പഴയ മോഹനൻ നമ്പൂതിരി 25 വർഷക്കാലം പൂർത്തീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു പേരും പെരുമയും തന്നെ യുവജനോത്സവം വഴിയാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഇച്ചിരി കാശൊന്നും കുറയ്ക്കുന്നില്ല അങ്ങനെ. വന്നവരെ ആരെയും നമ്മൾ തടഞ്ഞിട്ടേ ഇല്ല. സാധാരണഗതിയിൽ നമ്മൾ ബാഡ്ജും എല്ലാവരും കൂപ്പൺ കൊടുത്തിരുന്നു. പക്ഷേ ആ കൂപ്പണൊന്നും വാങ്ങിയ വന്നവർക്കെല്ലാം ഈ പരേടൻ നമ്പൂതിരിയുടെ പേരിങ്ങനെ കിടക്കുന്നതുകൊണ്ട് പരേടൻ മോഹനൻ നമ്പൂതിരിയുടെ ഭക്ഷണവും പായസവും ഒന്ന് കുടിക്കാമെന്ന് മാത്രം കരുതി ഇതിന് വേണ്ടി മാത്രം വന്നവരുണ്ട്. കലോത്സവ സ്ഥലത്തേക്ക് പോയി കാണില്ല, ഒരു വേദിയിലും പോയി കാണില്ല. ആകെ പോകുന്ന വേദി എന്ന് പറഞ്ഞാൽ മറ്റു കാര്യം ഒരു പ്രകൃതി എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ സംരക്ഷണം കൂടെ നോക്കിക്കൊണ്ട് പരിസ്ഥിതി സ്നേഹം കുട്ടികളിൽ ഉണ്ടാവാൻ പിന്നെ നമ്മുടെ നദികളും ആറും അതെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പുതിയൊരു അവബോധം ഉണ്ടാകാൻ വേണ്ടിയാണ് ഇപ്രാവശ്യം 25 കേരളത്തിലെ നദികളുടെ പേര് ഓരോ വേദിക്ക് ഇട്ടത്. ഭാരതപ്പുഴയിൽ നിന്നാണ് മെയിൻ വെന്യൂവിൻ്റെ പേരിട്ടത്, സെൻട്രൽ സ്റ്റേഡിയം. അതെ, അപ്പോൾ MDയുടെ ഏറ്റവും പ്രിയപ്പെട്ട പേര് നിളയുന്നതാണല്ലോ ഭാരതപ്പുഴയെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടാമത് പിന്നെ മാറ്റി MD നിള എന്ന് പേര് മാറ്റി. അതും ആൾക്കാർക്കൊക്കെ എല്ലാം വലിയ സന്തോഷവും ഒക്കെ ആയിരുന്നു. പിന്നെ ഈ കുട്ടികളുടെ ഞങ്ങളത് വളരെ ഗൗരവമായിട്ട് എടുത്തില്ല. ഉൽപ്പന്ന പിരിവ് വളരെ ചെറിയ തോതിൽ ഞങ്ങളതിൽ ശ്രദ്ധ വച്ചേ ഉള്ളൂ. പക്ഷെ എന്നാലും ഒരുപാട് സാധനങ്ങൾ കിട്ടിയായിരുന്നു ഉൽപ്പന്നത്തിന്. അടുത്ത വർഷം മുതൽ ഒരു നല്ലൊരു ക്യാമ്പയിനൊക്കെ നടത്തിയാൽ നമുക്ക് കലോത്സവം നടത്തുന്നതിന് വേണ്ടിയുള്ള മുഴുവൻ ചിലവും ഈ ഉൽപ്പന്ന പിരിവ് എന്ന് തന്നെ ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. എല്ലാ കുട്ടികൾക്കും താല്പര്യമാണ്. ഒരു തേങ്ങയെങ്കിലും ഒരു വീട്ടിൽ നിന്ന് കൊടുത്തു വിടും. ഒരു കുട്ടി ഒരു തേങ്ങ കൊണ്ടുവന്നാൽ തന്നെ 37 ലക്ഷം തേങ്ങയായി കേരളത്തിനാകെ. ഒരു മാർക്കിന്റെ വ്യത്യാസമൊക്കെ വന്നിട്ട് സ്പോർട്സ്മാൻ സ്പെഷ്യൽ ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ ഈ ജില്ലാ തലത്തിൽ മിനിസ്റ്ററിന്റെ ഭാഗത്താണ് നടക്കുമ്പോൾ അത്ര നല്ല കാര്യങ്ങളല്ല കണ്ടത്, ചില തെറ്റായ പ്രവണതകളുണ്ടായി. അതിനുശേഷം വിദ്യാഭ്യാസ വകുപ്പ് വളരെ കർശനമായിട്ട് ഈ മേള നടക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു ഇത്തരം പ്രവണതകൾ ഒഴിവാക്കണം എന്നുള്ളൊരു അപ്പീൽ കൊടുത്തിരുന്നു ടീച്ചേഴ്സിനോടും സ്റ്റുഡൻസിനോടും. അതിന് എന്തെങ്കിലും ഫലവത്തായതാണോ ഇത്? അതിനൊരു കാരണമാണോ? അല്ല, ഞങ്ങൾ ജില്ലാമേളയിൽ വന്നിട്ടുള്ള സംബന്ധിച്ചിടത്തോളം ഉള്ള പരാതികൾ നമുക്ക് ഒരു അവിടുത്തെ അപ്പീൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ കോടതിക്ക് തീരുമാനിക്കാൻ പറ്റും. മന്ത്രിക്കോ വിദ്യാഭ്യാസ ഡയറക്ടറോ വിദ്യാഭ്യാസ സെക്രട്ടറിക്കോ തീരുമാനിക്കാൻ വേണ്ടി പറ്റില്ല. അത് ജില്ലാമേളയുടെ അപ്പീലോടുകൂടി അത് അവിടെ അവസാനിച്ചു. പക്ഷേ ഇനി ഇത് ആവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ നിലപാട് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെയുള്ളവരെ നമ്മൾ കർശനമായി നടപടി സ്വീകരിക്കും എന്നുള്ള നിലയിലുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു. അപ്പോൾ എന്ന് മാത്രമല്ല, ജില്ലാമേളയിൽ ആ ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാരാണല്ലോ നടത്തുന്നത്. സംസ്ഥാന മേളയിലാകുമ്പോൾ മന്ത്രിയുടെ എല്ലാ വിഷയങ്ങളിലും നേരിട്ട് ഇടപെടുകയാണല്ലോ. വിദ്യാഭ്യാസ ഡയറക്ടർ നേരിട്ട് ഇടപെടുകയാണ്, പ്രിൻസിപ്പൽ സെക്രട്ടറി നേരിട്ട് ഇടപെടുകയാണ്. 16 മന്ത്രിമാരല്ലേ ഒന്നാമത്തെ ദിവസം ഉദ്ഘാടന സ്റ്റേജിൽ ഇങ്ങനെ പങ്കെടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഇനിയും കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ കുറ്റമറ്റതാക്കാൻ വേണ്ടി പറ്റും. അടുത്ത വർഷം മുതൽ 1000 രൂപ എന്നുള്ള ഒറ്റ തവണ സാംസ്കാരിക സ്കോളർഷിപ്പ് 1500 ആക്കി മാറ്റുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനൊരു പ്രശ്നം, ഈ മേളയ്ക്കുള്ള 2-3 ഗുണമെന്ന് പറഞ്ഞാൽ, ഒന്ന് തദ്ദേശ കലകൾ ആദ്യമായി ഈ മേളയിൽ അവതരിപ്പിക്കപ്പെടാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ സംസ്കാരം അതിലാണല്ലോ കിടക്കുന്നത്. നമ്മുടെ കേരളീയ സംസ്കാരത്തിൻ്റെ ഒരു ചില വശങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രാദേശിക കലകളിലാണല്ലോ ഉള്ളത്. ആ പ്രാദേശിക കലകളിൽ ഒരുപാട് സന്ദേശം സമൂഹത്തിന് കൊടുക്കുന്ന ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കലകളിലെല്ലാം അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ 5 പ്രാദേശിക കലകൾ നമുക്ക് ഈ പ്രാവശ്യം കൊണ്ടുവരാൻ വേണ്ടി പറ്റി. അതിൽ നമ്മൾ നോക്കിയപ്പോൾ ഈ പ്രാദേശിക കലകൾ എന്താണെന്ന് നോക്കാൻ വേണ്ടിയും അറിയാൻ വേണ്ടിയും
ഈ നമ്മുടെ കനകുന്നിലെ നിശാഗന്ധിയിൽ വൻ തിരക്കായിരുന്നു. ടൂറിസ്റ്റുകളും വന്ന് നമ്മുടെ പിന്നെ കോവളത്ത് വന്ന ടൂറിസ്റ്റുകളൊക്കെ ധാരാളം വന്ന് നോക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ അതിൽ ഞങ്ങൾ കുറച്ച് പ്രയാസപ്പെട്ടു ജഡ്ജസിനെ സംഘടിപ്പിക്കാൻ വേണ്ടി. പക്ഷേ ഇപ്പോഴാണ് നമ്മൾ ഇത് അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് മനസ്സിലാക്കി ഈ കലകളിൽ റിസർച്ച് ചെയ്യുന്ന കുട്ടികൾ ഒരുപാട് കുട്ടികളുണ്ട്. അവരെയൊക്കെയാണ് പിന്നെ നമ്മൾ ജഡ്ജസൊക്കെ ആയിട്ട് ഇരുത്തിയത്. ഒരു നേട്ടം ഇതിലുകൊണ്ട് ഉണ്ടായിട്ടുള്ള അതാണ്. പിന്നെ മറ്റൊരു കാര്യം ഉള്ളത് പെൺകുട്ടിയിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. ആൺകുട്ടികളും പെൺകുട്ടികളുടെ ഈ പാർട്ടിസിപ്പൻസിന് എണ്ണം നോക്കുമ്പോൾ പെൺകുട്ടിയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ഈ ആദ്യമേ തന്നെ രണ്ട് കാര്യം ആവർത്തിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾ. കുട്ടികൾ തമ്മിലുള്ള മത്സരമായിരിക്കണം, രക്ഷകർത്താക്കൾ തമ്മിലുള്ള മത്സരമാവല്ലേ. നാടകം ടീച്ചർ കലാപരിപാടികൾ പഠിപ്പിക്കുന്ന അധ്യാപകർ തമ്മിലുള്ള മത്സരമാവാൻ വേണ്ടി പാടില്ല. ഈ കേരളത്തിലെ ഏത് കലാരൂപം എടുത്തു കഴിഞ്ഞാലും പഠിപ്പിക്കുന്നതെല്ലാം ഏതാണ്ട് ഒരേ ടീച്ചർമാരും ഒക്കെ തന്നെയല്ലേ. ഇവർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നല്ല ബന്ധങ്ങളാണല്ലോ. കഴിഞ്ഞ ദിവസം ഏതോ ഒരു വിദ്യാഭ്യാസ ഡയറക്ടർ ഒരു ഇൻ്റർവ്യൂ ഞാൻ പത്രത്തിൽ കണ്ടു. എൻ്റെ വസ്തുതയൊന്നും എനിക്കറിയില്ല. ഒരു ജഡ്ജസിന് ഒരു പാർട്ടിസിപ്പൻ്റ് എൻ്റെ രക്ഷകർത്താക്കൾ നിർദ്ദേശം കൊടുത്തിരുന്നു, എൻ്റെ മോള് പിച്ചിപ്പ് വെച്ചുകൊണ്ടായിരിക്കും വരുന്നത്. നമ്പറിൽ പറയാൻ ജഡ്ജസിന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള തമാശകളൊക്കെ ഉണ്ട്. കലോത്സവത്തിന് വേണ്ടിയുള്ള ഒരു 3 മാസത്തെ പരിശ്രമം ഉണ്ട്. ഇതൊരു കൂട്ടായ പരിശ്രമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും കുറ്റമറ്റതായി വിജയിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. സാധാരണഗതിയിൽ ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇത്തരം കലോത്സവങ്ങളുടെ നേതൃത്വം വഹിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നടക്കേണ്ട രീതിയിൽ ഉദ്യോഗസ്ഥന്മാരല്ലാതെയുള്ള ജനപ്രതിനിധികളും നാട്ടുകാരും കലാരംഗവുമായി താല്പര്യമുള്ളവരും എല്ലാം ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു 63ാമത് കലോത്സവത്തിൽ നാം കണ്ടത്. പിന്നെ കഴിഞ്ഞ വർഷങ്ങളിലും കഴിഞ്ഞ കാലങ്ങളിലും ഉണ്ടായിട്ടുള്ള ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ എവിടെ വേണം, എങ്ങനെ വേണം, എന്ത് വേണ്ട, ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തീരുമാനിച്ചു. എന്ന് മാത്രമല്ല കലോത്സവത്തിൻ്റെ ഓരോ ദിവസവും കലോത്സവം ആരംഭിച്ച് കഴിഞ്ഞ ശേഷം ഓരോ ദിവസവും അന്ന് വൈകുന്നേരം ഇരുന്ന് 25 സ്റ്റേജുകളെ സംബന്ധിച്ചിടത്തോളം റിവ്യൂ നടത്തി അവിടെ വന്നിട്ടുള്ള കുറവുകളെ സംബന്ധിച്ചുള്ള മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് സമയം, നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള സമയം തന്നെ കാര്യം തന്നെയാണ്. സാധാരണ കലോത്സവങ്ങളുടെ ഒരു പരാതി എന്ന് പറയുന്നത് രാവിലെ 9:30 മണിക്കെന്ന് പറഞ്ഞ് ടൈം ടേബിൾ ഇറക്കും. ആരംഭിക്കുന്നത് 11 മണിയായിരിക്കും, അവസാനിക്കുന്നത് നേരെ വെളുത്തിന് ശേഷമാണ്. ഇപ്രാവശ്യം 9:30 മണിക്ക് ഞാൻ മിക്കവാറും എല്ലാ ദിവസവും മെയിൻ സ്റ്റേജിൽ എത്തുമായിരുന്നു. മറ്റ് പല സ്റ്റേജുകളിലും പോകാത്ത എന്താണെന്ന് ചോദിച്ചാൽ മറ്റ് സ്റ്റേജുകളിലൊക്കെ ചെന്ന് അവിടെ ഇരിക്കുമ്പോൾ അവിടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകും. ഒരു ഫോട്ടോ എടുക്കാനോ അതിന് ഇതിലൊക്കെ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ കുട്ടികളൊക്കെ ഒന്ന് കൂടി പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ സ്റ്റേജിലും പോയിട്ട് ഇതിപ്പോൾ നാടകത്തിനൊക്കെ പോയപ്പോൾ അവിടെ കയറാൻ പറ്റാത്ത രൂപത്തിലുള്ള വലിയ തിരക്കായിരുന്നു. ഞാൻ പിന്നെ ഏറ്റവും പുറകെ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പോവുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യത്തെ പരാതി എന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ തീർത്തു എന്നുള്ളതാണ് പരാതി. നമ്മുടെ ഈ കലാപരിപാടികളൊക്കെ കാണാൻ വേണ്ടി സാധാരണഗതിയിൽ വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങളെല്ലാം ഒതുക്കിയ ശേഷം ഒരു 8-8:30 മണിയൊക്കെ ആകുമ്പം രാത്രി ഇറങ്ങും. ആ സമയത്തൂടെ തീർന്നു കഴിഞ്ഞു. ഒരു ദിവസം പിന്നെ മുഹമ്മദ് റിയാസ് വന്നായിരുന്നു മെയിൻ സ്റ്റേജിൽ. 8:30 മണിക്ക് പ്രോഗ്രാം തീർന്നു. പിന്നെ അവിടെ നിന്ന് കളിച്ച കുട്ടികളുമായിട്ട് ആശയവിനിമയമൊക്കെ നടത്തി
അവരുടെ കൂടെയൊക്കെ പങ്കുവെച്ച് ഒക്കെ അങ്ങ് പോവുകയാണ് ചെയ്തത്. അപ്പോൾ രാവിലെ കൃത്യമായിട്ട് അവസാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് കുറേ കാര്യങ്ങളുടെ പ്രശ്നമുണ്ട്. ഒന്ന്, കൃത്യമായ ജഡ്ജസിനെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും സ്റ്റേജിൽ ജഡ്ജസിനെ കിട്ടാറേയില്ല. യഥാർത്ഥ ജഡ്ജസ് നേരത്തെ വിളിച്ചുകൊണ്ട് വന്നാൽ തന്നെ ജഡ്ജസ് ചെല്ലുമ്പം പറയും ഞാൻ ഡ്രസ്സ് ചെയ്തില്ല, ഒന്നും മറുപടി പറയാൻ പറ്റില്ലല്ലോ, ആഹാരം കഴിച്ചില്ല, അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് ഇപ്പം വരും. അപ്പോൾ ആ സമയത്ത് അവരെ സംബന്ധിച്ചില്ല അവരെ ലാസ്റ്റ് വേർഡ് തന്നെയാണ്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം അങ്ങനെയൊക്കെ താമസിക്കാറുണ്ട്. അതിനെ മുൻകരുതലെടുത്തിരുന്നു. രണ്ടാമത്തെ കാര്യം, ജഡ്ജസിൻ്റെ പരമാവധി ഞങ്ങൾ പ്രാവശ്യം 3 വർഷം ഇരുന്ന ആൾക്കാരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ആൾക്കാരെ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ചെയ്തത് തന്നെയാണ് അവരുടെ ക്വാളിഫിക്കേഷൻ അനൗൺസ് ചെയ്യുക എന്ന്. രണ്ടാമത്തെ കാര്യം, സ്റ്റേജ് മാനേജേഴ്സിന് നല്ലവണ്ണം ക്ലാസ് കൊടുത്തിരുന്നു. അവർക്ക് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ് തന്നെയാണ് എങ്ങനെ സ്റ്റേജ് മാനേജ് ചെയ്യണം. അപ്പോൾ സ്റ്റേജ് മാനേജർ ഉണ്ടാവും, അസിസ്റ്റൻ്റ് മാനേജർ ഉണ്ടാവും, ഒരു വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ, ഇതിൻ്റെ മുകളിലൊരു ചുമതലക്കാരനുണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ കർട്ടൻ വലിക്കുന്നത് ആരായിരിക്കണം, അത് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ആരായിരിക്കണം എന്ന് സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കും. മൈക്ക് ഓപ്പറേറ്ററിൻ്റെ ഭാഗത്തുനിന്ന് ഒരാളുണ്ടാവണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു കഥാപ്രസംഗം എന്തെങ്കിലും ഒരു കഥാപ്രസംഗമോ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരു മൈക്ക് തകരാറായാൽ അവിടെ ഇരിക്കുന്നവർക്കാർക്കും ശരിയാക്കാൻ പറ്റില്ലല്ലോ. അതാരായിരിക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ റിസൾട്ട് കൃത്യമായി തന്നെ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി കൈറ്റിനെ ചുമതലപ്പെടുത്തി അവർ ആ കൃത്യമായി തന്നെ നിർവഹിച്ചു. പിന്നെ മാധ്യമങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതായിരുന്നു കലോത്സവത്തിൽ. ഇപ്രാവശ്യം അവരൊന്നും പൈസയൊന്നും വാങ്ങിയില്ല. അടുത്ത വർഷം മുതൽ കിട്ടുന്ന ആഫീസിനൊക്കെ കുറച്ച് പൈസയൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം തീരെ ദാരിദ്ര്യമുള്ളവരല്ലല്ലോ മാധ്യമം എന്ന് പറഞ്ഞാൽ, സ്റ്റോളുകൾക്ക്. പിന്നെ ഈ ജില്ലാ ഉത്സവങ്ങളിലും സ്കൂൾ ഉത്സവങ്ങളിലും കുറേ പരാതികൾ വന്നിട്ടുണ്ട്. അവിടെ ഇതേപോലെ നമ്മൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളില്ല. ഇപ്പോൾ ഒരു സ്കൂളിൽ നടക്കുന്നു, സ്കൂളിലൊരു ഉത്സവം നടക്കുമ്പോൾ അവിടെ നിന്നാണല്ലോ ബേസിക്കായിട്ട് സെലക്ട് ചെയ്ത് വരേണ്ടത്. അതെല്ലാം മിടുക്കന്മാരുണ്ടായിരിക്കും. അവിടെ എന്ത് നടക്കുന്നു എന്ന് സംബന്ധിച്ചോളം നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അവിടുത്തെ സാർമാരായിരിക്കും ലാസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ. ഇപ്രാവശ്യത്തെ മാനുവൽ കുറേ പരിഷ്കരിച്ചു ഞാൻ. അതുമാത്രമല്ല പല സമയങ്ങളിലായിരിക്കും നടക്കുന്നത്. അപ്പം അതുകൊണ്ട് അടുത്ത പ്രാവശ്യം മുതൽ സ്കൂളുകളിൽ ഇതെങ്ങനെ നടത്തണമെന്ന് സംബന്ധിച്ചിടത്തോളം ഒരു മാനുവലിൽ ഒരു പരിഷ്കാരം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. എന്ന് മാത്രമല്ല സ്കൂളുകളിലെ ജഡ്ജസിനെ വിളിക്കുന്നത് എങ്ങനെയായിരിക്കും സംബന്ധിച്ചോളം തീരുമാനിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ സ്കൂളിൽ നടത്തുന്നതിന് വേണ്ടി സ്കൂളിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ഒബ്സർവർ ഉണ്ടാവും അവിടെ.